ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ടാരോയ്ക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്, എന്താണ് ഇന്നേക്കുള്ള ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും. അതുകൊണ്ട് കളക്റ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇതിലുണ്ടാവുക. കളക്റ്റീവ് റീഡിംഗ് ആണ്. പിന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. റെസനേറ്റ് ചെയ്യുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, ഇതൊരു എനർജി റീഡിംഗ് ആണ്. അപ്പോൾ എങ്കിലാണ് നിങ്ങളുടെ എനർജിയും കൂടി ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കാർഡുകൾ ഷഫിൾ ചെയ്യാം. എന്താണ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ബി പോസിറ്റീവ്. കാർഡുകൾ വന്നു. എന്താണ് കാർഡുകൾ? പെട്ടെന്ന് നോക്കാം, ഷഫിൾ ചെയ്ത് നോക്കാം. എന്താണ് ഗൈഡൻസ് നമുക്ക് നോക്കാം. കാർഡുകൾ നോക്കാം. Nine of Swords, Knight of Cups, Four of Swords, Wheel of Fortune, Eight of Cups, Queen of Wands, Eight of Pentacles, King of Swords. ടോട്ടം എനർജി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ നയൻ ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ഫോർ ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ, എയ്റ്റ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാണ്ട്സ്, കിങ് ഓഫ് സോർഡ്സ്. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ഇവിടെ പലർക്കും എന്താണ് ഒരു ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം കഴിഞ്ഞ ദിവസം. അതായത് ആ ഒരു രാത്രി ചിലപ്പോൾ ഉറക്കമുണ്ടായിട്ടുണ്ടാവില്ല. വളരെയധികം ആങ്സൈറ്റിയോടുകൂടിയും അതുപോലെ തന്നെ ഒരു പേടി, ഡിപ്രഷൻ, വിഷമം, അതുപോലെ തന്നെ നൈറ്റ് മെയർസ് ഉണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ട് ഉണ്ടാവാം. നിങ്ങളുടെ മുൻകാലത്തിലുള്ള, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാവുകയും ആ ഒരു ട്രോമ മൂലം നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങിയാൽ തന്നെ ഞെട്ടി ഉണരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം വറീഡായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ഈ സോർട്സിലൊന്നും ഈ ഒരു വ്യക്തിയുടെ ദേഹത്ത് തട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പലതും ആ ഒരു ഉള്ളിലുള്ള ഭയം മൂലം സ്വയം ഉണ്ടാക്കി വെക്കുന്ന പരിമിതികളും അതുപോലെ തന്നെ സ്വയം ആക്കി വെച്ചിട്ടുള്ള ഭയങ്ങളും വിഷമങ്ങളും ഒക്കെയാണ്. ഈ ഒരു വ്യക്തിയെ ഇതൊന്നും ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തി അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഉറങ്ങാതെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളാണ് മാറ്റേണ്ടത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ പാഠങ്ങളാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് 9ാമത്തെ സ്റ്റേജാണ്. അടുത്തത് 10 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഫേസ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈക്കിൾ എൻഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നാണ് ഇവിടെ പറയാനുള്ളത്. ആ ആങ്സൈറ്റി ഇതൊക്കെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ടെൻഷനും ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലാക്കുക,
അതിൽ നിന്നും മാറി പുതിയൊരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളത്, പോസിറ്റീവായിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ 9 ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ പറയാനുള്ളത്. അടുത്തത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളിലേക്ക് ഒരു പുതിയൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഓഫർ നിങ്ങളിലേക്ക് വളരെ പതുക്കെ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത്, പതുക്കെ വരുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ, ഒരു റൊമാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ചാം ആയിട്ട് വളരെയധികം ഒരു എന്താ പറയുക, ഒരു ബ്ലഷിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നു. അതുപോലെ തന്നെ വളരെ എല്ലാത്തിലൊരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു, എല്ലാത്തിലൊരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിങ്ങൾ പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം പോകുന്നു. ഇഷ്ടപ്പെട്ട ആളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാത്തിലും ഒരു സ്നേഹം നിങ്ങൾക്ക് തോന്നുന്നതും, നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആയിട്ട് എല്ലാത്തിനോടും ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, ചിലപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നായിരിക്കാം, അതിൻ്റെ ഒരു കർമ്മ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം മേ ബി. അപ്പോൾ ഒരു പ്രപ്പോസൽ എന്തായാലും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 4 ഓഫ് സോർട്സ് ആണ്. ഇവിടെ 4 ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളോട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഫോർഗിവ് ചെയ്യുക, അതുപോലെ തന്നെ ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യുക. കാരണം ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളെ ഇവിടെ കാണാം. അപ്പോൾ അവർക്ക് ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു വേദനയിൽ നിന്നും വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ട് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് റെസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാന്ന് വെച്ചാൽ യൂണിവേഴ്സിനോട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സിറ്റുവേഷനോട് ഫോർഗീവ് ചെയ്തിട്ട് അതിനെ ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യാം, എന്നിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ ഇപ്പോൾ അമ്പലങ്ങളിലും അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാധനാമൂർത്തി ഏതാണോ, അമ്പലമോ പള്ളിയോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നിങ്ങൾ ആ ഒരു ദൈവത്തിനോട് സറണ്ടർ ചെയ്യാനും നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു സറണ്ടറിങ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങളോടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക. ഒന്ന് ഇപ്പം പെട്ടെന്ന് ഒരു കാര്യത്തിൽ തീരുമാനിക്കാനോ ഒന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ വേണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളോട് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്, റിലാക്സ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ മെഡിറ്റേഷൻ പറയുന്നുണ്ട്, മെഡിറ്റേഷൻ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം എന്താണോ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം നിങ്ങളിലേക്ക് എത്തുന്നതും ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും അതിനെ മറ്റൊരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിശ്രമം ആണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം. എപ്പോഴും സ്പീഡി ആയിട്ടും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരു റെസ്റ്റ് അത്യാവശ്യമാണ് എന്നുള്ളതും കൂടിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലർക്കും റെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഇവിടെ ഇമോഷണലി വളരെയധികം പ്രശ്നങ്ങൾ വന്ന് സ്ട്രഗിൾ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ബോഡി പെയിൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോഡി പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം വേദന, കാല് വേദന, ഷോൾഡർ പെയിൻ, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നതായിട്ടും കുറേ പേർ അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതായിട്ടും റെസ്റ്റ് ചെയ്യാനുള്ളൊരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നടുവേദനയോ അങ്ങനെ ഫീൽ ചെയ്തേക്കാം. അങ്ങനെ റെസ്റ്റ് എടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടും ഒരു സോളിറ്റ്യൂഡ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുക, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, റെസ്റ്റ് എടുക്കേണ്ടപ്പോൾ റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലർക്കൊക്കെ ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നതുമായിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ
നിങ്ങൾക്ക് ഒരുപാട് അധ്വാനിക്കുന്ന വ്യക്തികളെ കണ്ടിന്യൂസ് ആയിട്ട് അധ്വാനിക്കുന്ന വ്യക്തികളാണ് ഇവിടെ. അതായത് റിപ്പീറ്റേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ പാഷൻ അതിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു അപ്രന്റീസ്ഷിപ്പ് വരുന്നതായിട്ടും, നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ അപ്രന്റീസ്ഷിപ്പിലേക്ക് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിലെങ്കിലും ഒരു മാസ്റ്ററി നിങ്ങൾ എടുക്കുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഫിനാൻസ് കൊണ്ടുതരാൻ വേണ്ടി, ലോങ് ടേം ആയിട്ട് ഫിനാൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളതും, അതിൻ്റെ ഫൈനലിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ആ ഒരു ഹാർഡ് വർക്കാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളെ കൂടുതലും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതും, ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു സ്റ്റെബിലിറ്റിയാണ് വരാൻ വേണ്ടി പോകുന്നത്. ചിലർക്കൊക്കെ ഇതൊരു മാനിഫെസ്റ്റേഷൻ നടത്തുന്നതായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ബിസിനസ്, അതിൻ്റെ ആ ഒരു വളർച്ച നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, ചിലർക്കൊക്കെ ഒരു ഈഗോ മൈൻഡഡ് ആയിട്ടും ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയും ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിൽ കാണുന്നുണ്ട്. പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓവർ ബേർഡൻ ആവാതിരിക്കുക, ഓവറായിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ട് ആ ഒരു ജോലിയെ കാണാതിരിക്കുക, വളരെയധികം പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ കടമകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അത് വളരെയധികം പാഷനേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ 8 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് എത്തുന്നത് എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കനുസരിച്ച്, വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ നിങ്ങൾക്കനുസരിച്ച് കാലചക്രം മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെ ഒരു ലക്കുള്ള സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഒരു ലക്ക് നിങ്ങൾക്ക് വരാനുള്ള ഒരു യോഗം ഇവിടെ കാണുന്നുണ്ട്. ഗുഡ് ലക്കാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ നല്ല കർമ്മ ചെയ്തതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു സൈക്കിളിൻ്റെ എൻഡാണ്. അപ്പോൾ കാലചക്രം നിങ്ങൾക്കനുസരിച്ച് കറങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളതിന് ഇപ്പോൾ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കർമ്മ കൊണ്ട് നിങ്ങളതിനെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ലക്ക് വരുന്നു, ഭാഗ്യം വരുന്നു, ഫിനാൻസ് വരുന്നു, എബണ്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ അതിലേക്കുള്ള ആ ഒരു അവേക്കനിങ്ങും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫിൽ അവർ ഹയർ സെൽഫുമായിട്ട് അല്ലെങ്കിൽ ഹയർ ലെവലുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഹയർ സെൽഫുമായിട്ട് കൂടുതൽ അലൈൻഡ് ആവുന്നതായിട്ടുമാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നത്. അവർക്കനുസരിച്ച് ആ ഒരു വീല് കറങ്ങുന്നു എന്നുള്ളതും, പിന്നെ ഇതുവരെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്നും നല്ല വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു, നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ ഇടയാവുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൽ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലക്ക്, ഇപ്പം ചിലപ്പോൾ ഒരു ലോട്ടറി ആയിരിക്കാം, പെട്ടെന്നൊരു ലക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ലക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നറുക്ക് വീഴുന്നതായിരിക്കാം, ഒരു ഭാഗ്യക്കുറി ലഭിക്കുന്നതായിരിക്കാം, ആ ഒരു പെട്ടെന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ചിട്ടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള ആ ഒരു ലക്ക് നിങ്ങൾക്ക് വളരെയധികം ലക്കി ആയിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അതാണ് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളൊരു പാഠം പഠിച്ചുകൊണ്ട് അതിനൊക്കെ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു തുടക്കത്തിനായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കമാണ് വരുന്നത്, പുതിയൊരു ഉദയം വരുന്നു. ആ ഒരു ഗ്രഹണം മാറിയിട്ട് പുതിയ രീതിയിൽ നല്ലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നു. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് സ്വയം എന്തായിരുന്നു പ്രശ്നങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ഇതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പുതിയ കാര്യങ്ങളെ തേടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു നിരാശ ഉണ്ടായേക്കാം. ഇത് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ലോ നടന്നത് എന്നുള്ള ആ ഒരു നിരാശ നിങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. എങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ കളഞ്ഞുകൊണ്ട് സ്വയം പിൻവാങ്ങിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും അവിടെ വിട്ട് കളഞ്ഞിട്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാം പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതായിട്ടും ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും പ്രാക്ടിക്കലി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇതുവരെ ഉള്ളതല്ല, ഇനി പുതിയ രീതിയിൽ എല്ലാത്തിനെയും കാണണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് നടന്ന് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്പിരിച്വലി അവേക്കനിങ് ഒക്കെ വന്നിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ആ ഒരു പാതയിൽ കുറച്ചുകൂടി ക്ലാരിറ്റി അവരിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ ക്ലാരിറ്റി വരുന്നു. അവർ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് മറ്റുള്ളതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ 8 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്യൂൻ ഓഫ് വാൺസ് ആണ്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെയധികം ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഡിറ്റർമിനേഷൻ പവർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളെ കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് നയിക്കുന്നതായിട്ടും ഒരു കമാൻഡിങ് പവർ നിങ്ങൾക്കുള്ളതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പാഷനുകളുടെ രാജ്ഞിയാണ്, വാൺസിൻ്റെ രാജ്ഞിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾ, വളരെയധികം ധൈര്യവും ഉണ്ടാവും. മുന്നോട്ടേക്ക് നിങ്ങൾ ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നതായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഇവിടെ കാണുന്നു. വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. ഇന്ന് ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും അതിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയും കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്ത കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉള്ളതായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ വളരെയധികം അതോറിറ്റേറ്റീവായിട്ടും കാണുന്നുണ്ട്. തീരുമാനങ്ങൾ വളരെ ഷാർപ്പായിട്ട് എടുക്കാനും അത് നിങ്ങൾക്ക് നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിനുള്ള ഒരു ധൈര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം പറയാൻ വേണ്ടിയിട്ട്. ഷാർപ്പായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ 1, 2, 3 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക എന്നുള്ളതും കൂടി ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയിൽ ഇവിടെ പറയാനുണ്ട്. അപ്പോൾ ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് നിങ്ങൾ വളരെയധികം നർച്ചറിങ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കൂടി നർച്ചർ ചെയ്തുകൊണ്ട് വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജിയാണ്. നിങ്ങളിലേക്ക് പണം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. പണം നിങ്ങളിലേക്ക് വരുന്നു. ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും നിങ്ങൾക്ക് ഫിനാൻസ് കൊടുക്കാനും അവർക്കുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അവരെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സഹായിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെയധികം പ്രാക്ടിക്കലായിട്ട് നോക്കി കാണുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഫിനാൻസിൻ്റെ രാജ്ഞിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വളരെയധികം പോസിറ്റീവായിട്ടൊരു എനർജിയാണ്. ഇവിടെ തന്നെ ഏസ് ഓഫ് വാൺസും വരുന്നുണ്ട്. നിങ്ങളിലേക്ക് പുതിയ പല കാര്യങ്ങളും വരുന്നുണ്ട്, പ്രൊജക്ട്സൊക്കെ വരുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂണും കൂടി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലക്കിൻ്റെ ഒരു കാർഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കർമ്മം മാത്രം ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറയാനോ മറ്റുള്ളവരെ കുറിച്ച് ഉള്ള നെഗറ്റീവ്സ് പറയാനോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിലോ പെടാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളിലും വളരെയധികം
സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റികൾ തലയിലെടുത്ത് വെക്കാതിരിക്കുക, ഗൈഡൻസ് വേണമെങ്കിൽ സ്വീകരിക്കുക, ഒരു കൗൺസിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതും കൂടി പറയാനുണ്ട്. പിന്നെ ഇവിടെ രണ്ടിടത്തും ഒരു ക്യൂനിൻ്റെയും കിങ്ങിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. കാരണം ചിലപ്പോൾ ഒരു കിങ്ങിൻ്റെ എനർജിയിലായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ ഒരു ക്യൂനിൻ്റെ എനർജിയിൽ നിങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള ആ ഒരു പ്രശ്നം ചിലപ്പോൾ കോൺഫ്ലിക്റ്റിനിടയാക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. സറണ്ടർ ചെയ്യേണ്ടവർ, റെസ്റ്റ് എടുക്കേണ്ടവർ റെസ്റ്റ് എടുക്കുക എന്നുകൂടി പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് ഒരു അവസരമൊക്കെ വരുന്നുണ്ട്, അതും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് വളരെ നല്ലൊരു എനർജിയാണെന്ന്. അടുത്തത് ഏഞ്ചൽസ് കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്, അത് നിങ്ങളുടെ ഏഞ്ചൽസിനോടൊന്ന് ചോദിക്കുക. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്താണ് ഏഞ്ചൽസ്, എനിക്ക് ഇന്നതിലൊരു ക്ലാരിറ്റി വേണം, എനിക്ക് അതിനൊരു ക്ലാരിറ്റി വേണം എന്നുള്ള രീതിയിൽ ഏഞ്ചൽസിനോട് പറയുക. യൂണിവേഴ്സിനോട് പറയുമ്പോൾ ഏഞ്ചൽസ് നിങ്ങൾക്കുള്ള ആൻസർ തരും എന്നുള്ളതാണ്. യെസ്, ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. എന്താണ് നോക്കാം. യെസ്, നോ നീഡ് ടു വറി. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ വളരെയധികം വിഷമിച്ച് ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നോ നീഡ് ടു വറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ. ഒന്നുകൂടി എടുക്കണോ? യെസ്, ഇവിടെ ഒരു റൊമാൻസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു റൊമാൻസ്, എന്തോ ഒരു റൊമാൻറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം കൂടി, ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ ഒരു ഓഫർ ഉണ്ട്, അപ്പോൾ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുകൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുക. അതിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾ തേടുക, മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. എങ്കിലാണ്. അതുപോലെ തന്നെ ഇവിടെ പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പണം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ എനർജി ഹൈ ആക്കി വെക്കുക, ഫ്രീക്വൻസി ഹൈ ആക്കി വെക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഇന്നത്തെ ഗൈഡൻസ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി. സബ്സ്ക്രൈബേഴ്സിന് നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസിന് നന്ദി. വ്യൂവേഴ്സിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.